നമുക്ക് കുറച്ച് വർഷങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാൻ പഠിച്ചാലോ? സിമ്പിളാണ് കേട്ടോ. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ പോയത് 1969 അമേരിക്കയുടെ നേതൃത്വത്തിൽ. ഇത് കണ്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കും തോന്നി ഇന്ത്യക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം. പക്ഷേ കയ്യിൽ കാശുണ്ടോ? ഇല്ലാന്നേ, കാശ് കുറവായിരുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. കാശ് കുറവായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? കാശൊക്കെ നമ്മുടെ ചിന്താഗതിയിൽ ആരുടെ കയ്യിലുള്ള? ബാങ്കിൻ്റെ കയ്യിലുള്ള. ഓക്കെ. അപ്പോൾ 50 കോടിയോ അതിൽ കൂടുതലോ മൂലധനമുള്ള 14 ബാങ്കിനെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശസൽക്കരിച്ചു. അപ്പോൾ ഒന്നാമത്തെ ബാങ്ക് ദേശസൽക്കരണം ഏത് വർഷമാണ്? 1969. എത്ര ബാങ്കുകളെയാണ് ദേശസൽക്കരിച്ചത്? 14 ബാങ്കുകളെ. എത്ര മൂല്യമുള്ള? 50 കോടി മൂല്യമുള്ള. അപ്പോൾ 2 പോയിന്റ് പഠിച്ചേ. ഇനി അപ്പോൾ കേരള സർക്കാരിന് ഒരു ആഗ്രഹം, നമുക്കും കാശ് കിട്ടിയേ കൊള്ളാം അല്ലേ? അപ്പോൾ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. സ്വന്തമായിട്ട് ബാങ്കില്ലാത്തതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എന്താരംഭിച്ചു? KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആരംഭിച്ചു. KSFEയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പോൾ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പോയത് ഏത് വർഷം? 1969. അതുകണ്ട് ഇന്ത്യ എന്താരംഭിച്ചു? ISR ആരംഭിച്ചു 1969. അതുകണ്ട് കേരള സർക്കാർ എന്താരംഭിച്ചു? KSFE ആരംഭിച്ചു. ഇതുപോലുള്ള ചെപ്പടി വിദ്യകൾ അല്ലെങ്കിൽ വർഷങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി, കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും.